ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം നവംബർ 27-ന് വേൾഡ് വൈഡായി തിയേറ്ററുകളിലെത്തുകയാണ്. കളങ്കാവലിൽ എന്താണ് പ്രേക്ഷകരായ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ കളങ്കാവലിൻ്റെ ഇതുവരെ പുറത്തുവന്ന അപ്ഡേറ്റുകളിൽ ഒളിച്ചിരിക്കുന്ന നിഗൂഢതകൾ എന്തെല്ലാമാണ്? കളങ്കാവലിൻ്റെ ടീസറിൽ നിന്ന് തുടങ്ങാം. മമ്മൂട്ടി കഥാപാത്രത്തിൻ്റെ ഒരു ടോട്ടാലിറ്റി മനസ്സിലാക്കി തരാൻ ഈ ടീസറിന് സാധിച്ചിട്ടുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെച്ച് നിൽക്കുന്ന മമ്മൂട്ടി ആരെയോ നോക്കുന്നതാണ് ടീസറിൽ കാണിച്ചിരിക്കുന്നത്. ചുണ്ടിൽ സിഗരറ്റ് ഉണ്ട്. സ്വാഭാവികമായും മമ്മൂട്ടി നോക്കുന്നത് ഒരു സ്ത്രീയെയാണെന്ന് വ്യക്തമാണ്. സെക്കൻഡുകൾ മാത്രമുള്ള ഈ ടീസറിലെ ഈ ഭാഗത്ത് മമ്മൂട്ടിയുടെ മുഖത്തെ രണ്ട് വികാരങ്ങൾ മാറി വരുന്നുണ്ട്. ആദ്യത്തേത് ഒരു സ്ത്രീയെ കാണുമ്പോഴുള്ള അയാളിലെ സെക്ഷൽ പെർവേർട്ട് ചിരിക്കുന്നതാണ്. അശ്ലീല ചുവയോടെയുള്ള നോട്ടമാണിത്. ഉടനെ തന്നെ ആ മുഖത്ത് മാറ്റം വരുന്നതും കാണാം. കേവലം സെക്ഷൽ പെർവേർട്ട് മാത്രമല്ല, മറിച്ച് അതിക്രൂരനായ ഒരു സൈക്കോപാത്ത് കൂടിയാണ് മമ്മൂട്ടി കഥാപാത്രമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു മുഖഭാവം. ഇരയെ കൊല്ലാനുള്ള വേട്ടക്കാരൻ്റെ വെമ്പലാണ് പിന്നീട് മമ്മൂട്ടിയുടെ മുഖത്ത് തെളിയുന്നത്. ഒരു വഷളനിൽ നിന്ന് കുടിലതയും കൗശലവുമുള്ള മനുഷ്യനിലേക്കുള്ള ട്രാൻസിഷൻ ഈ സീനിൽ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. കളങ്കാവലിൻ്റെ പോസ്റ്ററുകളിലുമുണ്ട് ഇത്തരത്തിലുള്ള നിഗൂഢതകൾ. ഒരു പോസ്റ്ററിൽ 2 കാറുകൾ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായും നായകനും പ്രതിനായകനും എന്നൊരു നരേഷനിൽ അതിനെ എടുക്കാം. പ്രതിനായകനിലേക്കുള്ള വഴി വളരെ സങ്കീർണമാണെന്ന് കാണിക്കുന്ന തരത്തിലാണ് ഈ പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ നിറഞ്ഞ വഴിയാണ്. പോയ വഴിയിലൂടെയെല്ലാം ചിലപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും മറ്റൊരു വഴിയിലൂടെ വില്ലനിലേക്ക് എത്തിപ്പെടേണ്ടി വരുമെന്ന സൂചനയാണ് ഈ പോസ്റ്ററിലുള്ളത്. മറ്റൊരു പോസ്റ്ററിൽ മമ്മൂട്ടിയെയും വിനായകനെയും കാണാം. അതിനൊപ്പം മുഖം വെളിപ്പെടുത്താത്ത പെണ്ണുങ്ങൾ ഒരു ഗോവണി കയറുന്നതും കാണിച്ചിട്ടുണ്ട്. ഗോവണി കയറുന്ന പെണ്ണുങ്ങൾ അയാളുടെ വലയിലേക്ക് നടന്നു കയറുകയാണെന്ന് വ്യക്തമാക്കി തരുന്ന പോസ്റ്റർ. ഗോവണിയുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന 8 വല ഈ സ്ത്രീകൾ അകപ്പെടാൻ പോകുന്ന കുരുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ അടുത്ത് പുറത്തു വന്ന പോസ്റ്ററിലേക്ക് വന്നാൽ അതിൽ 5 സ്ത്രീകളുടെ രൂപങ്ങൾ കാണാം. അതിൽ ഒരു സ്ത്രീയുടെ കണ്ണുകളിൽ തുറന്നിട്ടിരിക്കുന്ന വാതിലും ആ വാതിലിൽ കൈകുത്തി ഒരാൾ നിൽക്കുന്നതും കാണുന്നു. എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രത്തെയാണ് ഈ പോസ്റ്ററിൽ അർത്ഥമാക്കിയിരിക്കുന്നത്. കളങ്കാവലിൻ്റെ മിക്ക പോസ്റ്ററുകളിലും 8 അല്ലെങ്കിൽ 8 വലയൊക്കെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. 8 വല കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുരുക്കാണ്. വല കൊണ്ടാണ് 8 ഇരയെ പിടിക്കാനുള്ള കുരുക്ക് തീർക്കുന്നത്. സമാന രീതിയിൽ മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രം ഇരകളെ തന്നിലേക്ക് എത്തിക്കുകയാണെന്ന ഡീറ്റെയിലിംഗ് ആണ് 8 വല കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെയും വിനായകൻ്റെയും കഥാപാത്രമല്ലാതെ വളരെ പ്രധാനപ്പെട്ട ചില കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. അത്തരം കഥാപാത്രങ്ങളെയൊന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രത്തെ അവസാനം പൂട്ടുന്നത് ഇതുവരെ വെളിപ്പെടുത്താത്ത ഏതെങ്കിലും ഒരു കഥാപാത്രമായിരിക്കണം. ഒരുപക്ഷെ അയാളുടെ ഇരയായി നടന്നു കയറിയ ഏതെങ്കിലും സ്ത്രീ ആയിരിക്കാം ആ ചെകുത്താനെ നിഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ രസകരമായ ഒബ്സർവേഷൻസ് ഈ സിനിമയുടെ അപ്ഡേറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ തോന്നിയ ഒബ്സർവേഷൻസ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.